ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ചപ്പാത്തിക്ക് ഒരു കറി വീട്ടമ്മമാർക്ക് എന്നും ഒരു തലവേദനയാണ്. ഇന്ന് ഒരു പുതിയ കറി ആയാലോ? അതിനൊരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് 2 സവാള സ്ക്വയർ പീസസ് ആക്കി മുറിച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റുക. ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് മീഡിയം പീസസായി മുറിച്ചതിട്ട് അതുകൂടെ വഴറ്റിയെടുക്കാം. ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് കറിയും തക്കാളി കറിയും കഴിച്ച് മടുത്തോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഈ കറിയിൽ നമ്മൾ തേങ്ങാപ്പാലോ ഫ്രഷ് ക്രീമോ ഒന്നും ഉപയോഗിക്കുന്നില്ല, എങ്കിലും നമ്മുടെ കറി നല്ല തിക്കായിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് കൂടി ഇടാം. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ നല്ലപോലെ വേവിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയൊരു സൂത്രപ്പണി കൂടി ചെയ്യാനുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ കറി എന്തായി എന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കറി. കഷ്ണങ്ങളെല്ലാം ഒരു 1/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച 1 ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആക്കിയാണ് മുറിച്ചിരിക്കുന്നത്, അതുകൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് കസൂരി മേത്തി പൊടിച്ചെടുക്കാനുള്ള ഒരു ട്രിക്കാണ്. ചൂടായ ഒരു പാനിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. ഇനി അതിനെ അടുപ്പി വെക്കരുത് കേട്ടോ. 1 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. കറി നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയ കടലമാവ് മിക്സ് ഇല്ലേ, അത് ഇതിലോട്ട് ഒഴിക്കാം. ഇത് നമ്മുടെ കറിക്ക് തിക്നെസ്സും മണവും കൂട്ടും. 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച കസൂരി മേത്തി ഇല്ലേ, അതുകൂടി ഇതിലേക്കിട്ട് കറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ഇടാനുണ്ട്, മല്ലിയില. അതുകൂടി ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇതൊരു വെറൈറ്റി കറിയല്ലേ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാതരം വെജിറ്റബിൾസും കോളിഫ്ലവർ, പൊട്ടാറ്റോ, ബീൻസ്, മഷ്റൂം ഏതും ഇടാം. കുട്ടികൾക്കതെല്ലാം വളരെ ഇഷ്ടമാവും. അവരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഫോട്ടോ എടുത്ത ശേഷം നമുക്ക് ചപ്പാത്തിയോടൊപ്പം കഴിക്കാം. തേങ്ങ ചിരവണ്ട, പാലെടുക്കണ്ട, കാഷ്യൂ ബദാം ഒന്നും അരയ്ക്കണ്ട. അല്ലാതെ തന്നെ നമ്മുടെ ഗ്രേവിക്ക് എന്തൊരു തിക്നെസ് ആണ് നോക്കൂ. ഈ കറി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം റെസിപ്പി ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.